ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡൂഡിൽസ് ആൻഡ് ഡിഷസ്. അപ്പോൾ തമ്മിൽ കണ്ടിട്ട് മനസ്സിലായി കാണില്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട. അനിയൻ പക്കോട എന്നും പറയും, ചിലയിടത്ത് ഉള്ളി ബജ്ജി എന്നും പറയും. നമുക്ക് എന്ത് വേണേൽ പറയാം, നമുക്ക് കഴിച്ചാൽ പോരെ. അപ്പോൾ ഞാനിവിടെ ഉള്ളി ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉള്ളി സവാള ഇല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കായ ബജ്ജി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മുളക് ബജ്ജി ഉണ്ടാക്കാം. അത് നമ്മുടെ ഇഷ്ടം. ഞാനിന്ന് 1.5 സവാള എടുത്ത് അത് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. എന്താണെന്നറിയാമോ, ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ മഴ സീസണാണ്. അപ്പോൾ ഈ മഴയത്തൊക്കെ നല്ല ചൂടോടെ ചായയോ കോഫിയോ അതിൻ്റെ കൂടെ സ്നാക്സായിട്ട് ഈ ബജ്ജി കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാലോ. അതിന് ഞാൻ 1.5 സവാള എടുത്ത് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിച്ചെടുക്കാം. എന്നിട്ട് അതൊരു പാത്രത്തിലോട്ടിട്ട് അതിൻ്റെ പീസസ് ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ചുമ്മാ കൈ കൊണ്ട് ഇങ്ങനെ ഞവടി എടുത്താൽ മതി, അത് ഓരോ പീസായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചെയ്താൽ മതി. ഇതുപോലെ ഇരിക്കും. അതിൽ ഞാൻ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്, ബേസൻ എന്ന് പറയും ഹിന്ദിയിൽ. പിന്നെ കുറച്ച് മൈദമാവ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കടലമാവ് മാത്രം മതി. മൈദ ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. അതിലോട്ട് പച്ചമുളക് ചെറുതായിട്ട് കണ്ടിച്ച് ഇടാം. ഞാനിവിടെ 5 എണ്ണമാണ് എടുത്തേക്കുന്നത്. എനിക്ക് കുറച്ച് എരിവുള്ളത് ഇഷ്ടമാണ്. നിങ്ങൾ എരിവ് അത്രയും കൂട്ടുന്നില്ലെങ്കിൽ 1-2 മുളകിടാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മുളകിടാം. ഇനി നമുക്കിതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഓരോന്നായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഇച്ചിരി ജീരകം പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഞാൻ പിന്നെ കുറച്ച് ആംചൂർ പൊടി ഇട്ടിട്ടുണ്ട്. അത് ചെറുതായിട്ട് പുളിപ്പ് ചേർക്കും. എനിക്ക് പുളിപ്പ് ഇഷ്ടമായതുകൊണ്ട് ഒന്നെങ്കിൽ നാരങ്ങ കുറച്ച് പിഴിഞ്ഞിടാം, അല്ലെങ്കിൽ ആംചൂർ പൗഡർ ഇടാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ സാരില്ല. എന്നിട്ട് കുറച്ച് ഉപ്പുകൂടി ഇട്ട് ചെറുതായിട്ട് വെള്ളം നമ്മൾ ഇങ്ങനെ ഒഴിച്ച് മിക്സാക്കി എടുക്കണം. വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട, എന്താ നമ്മൾ തിന്നായിട്ടുള്ള ബാറ്ററെല്ലാം ഉണ്ടാക്കാൻ പോണേ. അതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കണം. എന്നിട്ട് അതിൽ കുറച്ച് ചോപ്പ് ചെയ്ത് മല്ലിയെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. മല്ലിയില ഇതിലിട്ടാലും നല്ല രുചിയാണ്, കറിക്കകത്തിട്ടാലും ഇതിലിട്ടാലും ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു കടായിലോട്ട് അല്ലെങ്കിൽ പാനിലോട്ട് എണ്ണ വെച്ച് ചൂടാക്കിയിട്ട്, എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ ആ റെഡിയാക്കി വെച്ച ഉള്ളി ഓരോന്നായി കുറച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നിടം വരെ നമ്മൾ ഫ്രൈ ചെയ്യണം. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുത്താൽ മതി. അപ്പം നമ്മുടെ അനിയൻ ബജ്ജി അല്ലെങ്കിൽ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഇത് പ്ലേറ്റിംഗ് ചെയ്തിട്ട് ഞാൻ ചൂടോടെ കഴിക്കാൻ പോണെയാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാം, അല്ലെങ്കിൽ കെച്ചപ്പ് ഇഷ്ടമുള്ളവർ കെച്ചപ്പ് വെച്ച് കഴിക്കാം. എൻ്റെ കയ്യിൽ കുറേ ടൊമാറ്റോ കെച്ചപ്സ് ഉണ്ടായിരുന്നു. ഈ ഓൺലൈൻ ഓർഡറൊക്കെ ചെയ്യുമ്പോൾ കുറേ ബാക്കി വരില്ല. അത് ഇതിൻ്റെ കളർ കണ്ടോ, കാണാൻ നല്ല രസമുണ്ട്. എന്നാൽ ഞാനൊന്ന് പോയത് പെട്ടെന്ന് കഴിച്ചു നോക്കട്ടെ, കൊതിയാവുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അപ്പോഴത്തേക്ക് ടാറ്റാ, ബൈ ബൈ. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇതുണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് കൂടെ ഇട്ടേക്കും. ചൂട് ചായയും ഉള്ളിവടയും, ആഹാ.